ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഒരു ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. വളരെയേറെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ഇതിന് വെക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഫിഷോ ബീഫോ ഏത് തരം ഫില്ലിങ്ങും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് തവണ ഇതുപോലെ ഫില്ലിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. ഞാനിപ്പോൾ ചിക്കൻ റോള് ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണുമല്ലോ, ദയവായി അത് കാണുക. അതുകൊണ്ട് അതേ രീതിയിലുള്ള ഫില്ലിങ്ങാണിത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഇനി പിന്നെ വേണ്ടത് ബ്രെഡ് വേണം, പിന്നെ 2 മുട്ട, പിന്നെ മയണീസ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത്, സാൻഡ്വിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ബ്രെഡ് റോസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ നമുക്ക് ഒരു പാനിൽ കുറച്ച് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്യാം. പിന്നെ ബ്രെഡ് റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുറച്ച് മയണീസ് എടുത്ത് നമുക്ക് ബ്രെഡിൻ്റെ ഒരു ഭാഗത്തോട്ടേക്ക് എല്ലാം തേച്ച് പിടിപ്പിക്കാം. ഒരു ഭാഗത്ത് മാത്രമേ തേക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റർ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ ടോസ്റ്റർ, നമ്മളെ ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ എന്തായി നോക്കാം. നമ്മൾ ഈ ടോസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, നമ്മളെ ബ്രെഡ് നന്നായിട്ട് തന്നെ സാൻഡ്വിച്ച് നമ്മളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, എളുപ്പത്തിലായില്ലേ. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ എളുപ്പമല്ലേ, നല്ല ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. എളുപ്പത്തിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.